രാഹുൽ ഗാന്ധിയുടെ എച്ച് ഫയൽ, ഹരിയാന ഫയൽസ്, ഈ ആരോപണങ്ങൾ അതിനെതിരെ വീണ്ടും BJP രംഗത്ത് വരികയാണ്. 265 വീട്ട് നമ്പർ, അവിടെ 501 വോട്ടർമാരുണ്ട് എന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്നാണ് BJPയുടെ വാദം. ബൂത്ത് ലെവൽ ഓഫീസർ വരുത്തിയ ഡാറ്റ എൻട്രി പിശകെന്നാണ് കുടുംബത്തിന്റെ പ്രതികരണം. പ്രാദേശിക BJP നേതാവ് സുന്ദർ സിംഗിന്റേതാണ് ഈ വീട്. പ്രദേശത്തുള്ള ബന്ധുക്കൾക്കെല്ലാം ഒരേ വീട്ട് നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് എന്ന് BJP വാദിക്കുകയാണ്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, ഗുഡ് മോർണിംഗ്. എച്ച് ഫയൽസിൽ എറർ ഉണ്ട്, എച്ച് ഫയൽസിൽ അബദ്ധങ്ങളുണ്ട് എന്ന് ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു. അതിന് ബലമേകുന്ന രീതിയിലാണോ ഈ വീട്ടു നമ്പർ ആയുധമാക്കുന്നത് ഇപ്പോൾ? വെരി ഗുഡ് മോർണിംഗ്. രാഹുൽ ഗാന്ധി വലിയ ആവേശത്തിൽ കൊണ്ടുവന്ന എച്ച് ഫയലിൽ ഒരുപാട് തെറ്റുകൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഹരിയാനയിൽ നിന്ന്. കാരണം ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അവിടെ ഒരു വീട്ടിൽ, പ്രത്യേകിച്ച് ഈ ഹോഡയിലെ 265 നമ്പർ വീട്ട് നമ്പറിൽ 501 വോട്ടർമാർ ഉണ്ടായിരുന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഗ്രൗണ്ടിൽ എത്തിയ ചില മാധ്യമങ്ങളും അതോടെ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ അങ്ങനെ ഒരു സംഭവമല്ല അവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഈ 265 എന്ന് പറയുന്നത് അവിടുത്തെ BJPയുടെ പ്രാദേശിക നേതാവ് കൂടിയ സുന്ദർ സിംഗിന്റെ വീടാണ്. അദ്ദേഹം അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയാണ്. ആ വീട് നമ്പർ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു നിരയിൽ തന്നെ നിരവധി വീടുകളുണ്ട്. അദ്ദേഹത്തിന്റെ സഹോദരന്മാർ, സഹോദരി, അതോടൊപ്പം അച്ഛന്റെ സഹോദരൻ, അത്തരത്തിൽ ഒരുപാട് ആളുകൾ, ഒരുപാട് വീടുകൾ അവിടെ ഉണ്ട്. അവിടുത്തെ BLA, അത്തരത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർ വരുത്തിയൊരു തെറ്റാണ് ഈ വീട്ടു നമ്പർ ഇത്തരത്തിൽ ആയത് എന്നാണ് ഇപ്പോൾ അവർ അവകാശവാദം ഉന്നയിക്കുന്നത്. തങ്ങൾ യഥാർത്ഥ വോട്ടർമാരാണ് എന്നും അവർ വ്യക്തമാക്കുന്നു. പല വീടുകൾക്കും 265 എന്ന ആ വീട്ടു നമ്പർ നൽകിക്കൊണ്ട് അങ്ങനെ സാഹചര്യം ഉണ്ടായത് അത് അവിടെ ഉണ്ടായ തെറ്റാണ്, ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് തെറ്റാണ്. അല്ലാതെ തങ്ങൾ കള്ളവോട്ട് ചെയ്തവരോ അല്ലെങ്കിൽ വ്യാജ വോട്ടർമാരോ അല്ല എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. എന്താണെങ്കിലും BJP ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് വലിയ വിവാദം എന്താണെങ്കിലും ഉണ്ടാക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി വലിയ വോട്ട് കൊള്ള എന്നൊക്കെ പറഞ്ഞൊരു ആരോപണം കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ ആരോപണത്തിന്റെ ഒരു കഴമ്പും ഇല്ല. നേരത്തെ ഒരു 75-കാരിയുടെ പേരിൽ അവരുടെ ഫോട്ടോ നിരവധി വോട്ടർമാരുടെ പേരിനൊപ്പം ചേർത്തതടക്കം വലിയ വിവാദമായിരുന്നു. അതിലും അവർ ചരൺജിത് കൗർ എന്നാണ് 75-കാരിയുടെ പേര്. അവരുടെ 501 വോട്ടർമാരുടെ എക്സാമ്പിൾ അതൊരു ഡാറ്റ എൻട്രി മിക്സപ്പ് ആണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ഓൺ ഗ്രൗണ്ട് വിസിറ്റ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്ലറിക്കൽ മിക്സപ്പ് എന്ന് അവിടെയുള്ള ആളുകൾ തന്നെ പറയുകയാണ്. ഹോഡൽ ടൗണിലാണ്, അതുപോലെ തന്നെ ഹൗസ് നമ്പർ 265 അവിടത്തെ ആളുകൾ തന്നെ വന്ന് പറയുന്നു. എന്തായാലും ഈ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വിവാദങ്ങളുടെ പുകപടലങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പുകപടലത്തിലേക്ക്, പ്രശ്നത്തിലേക്ക് കൂടി നമുക്ക് വരേണ്ടതുണ്ട്.